Hello guys, today is a very special day, so you get ready with me. എന്തിനാണെന്നല്ലേ എന്റെ പ്രിയപ്പെട്ട എന്റെ സ്വീറ്റ് ഗേൾ മൈ കസിൻ സിസ്റ്റർ ഈസ് ഗോയിങ് ടു ബി മോം ടുഡേ. ഇന്ന് അവളുടെ ഡെലിവറി ഡേറ്റ് ആണ് ഗൈസ്. എന്റെ ഭാഗ്യത്തിന് ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ തന്നെയാണ് അവളും അഡ്മിറ്റ് ആയിരിക്കുന്നത്. ബട്ട് ഇന്ന് എനിക്ക് ഓഫ് ഡേ ആണ്, അതുകൊണ്ട് എനിക്ക് എന്തായാലും അവളുടെ കൂടെ ഒന്ന് നിൽക്കാൻ പറ്റും. എല്ലാ ദിവസവും ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഡ്യൂട്ടിക്കല്ലേ ഞാൻ പോകുന്നത്, ബട്ട് ആദ്യമായിട്ടാണ് ഞാൻ ഇത്ര ഹാപ്പി ആയിട്ട് ഇങ്ങനെ ചാടിത്തുള്ളിയൊക്കെ ഹോസ്പിറ്റലിൽ പോകുന്നത്. ഐ ഹാവ് എ ലിപ്സ്റ്റിക് ഒബ്സഷൻ. എന്ത് പരിപാടി ഉണ്ടെങ്കിലും ലിപ്സ്റ്റിക് ഉണ്ടെങ്കിൽ ഭയങ്കര കോൺഫിഡൻസ്. ഓക്കെ, ഐ എം റെഡി. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ എത്തി ഗൈസ്. രാവിലെ ഒന്നും കഴിക്കാത്തുണ്ട്, നേരെ ക്യാൻറ്റീനിൽ പോയി ഒരു കെട്ടൻ മേടിച്ചുകൊണ്ടാണ് ഞാൻ അകത്തോട്ട് കയറിയത്. ഇതാണ് നമ്മുടെ സ്ട്രോങ് ലേഡി. അവളാണെങ്കിൽ പ്രസവിക്കാൻ അങ്ങോട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ദിസ് ഈസ് അവർ ഫ്രഷ്ലി അൺലോക്ക്ഡ് ന്യൂ ഫാമിലി മെമ്പർ, അവർ ലിറ്റിൽ ടൈനി നഗറ്റ്സ്. ഇവനെക്കാട്ടിലും ഇന്നത്തെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞാവയുടെ ചേട്ടനാണ്. ഇവനോട് ഇത്തിരി ചെല്ലത്തിൽ എന്തെങ്കിലുമൊക്കെ ചോദിച്ചവൻ പറയും. നമുക്ക് ചോദിക്കാം. ബേബി കണ്ടായിരുന്നോ? ഇഷ്ടപ്പെട്ട? ഓക്കെ, വാ. ഏതപ്പാ വാവേരുടെ അടുത്ത് എന്തെങ്കിലും പറയാനുണ്ടോ? അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. വരുന്ന വഴി എനിക്ക് പണി കിട്ടി. എന്റെ വണ്ടി ഒന്ന് കേടായി. വണ്ടിക്ക് എന്താ പ്രശ്നമെന്ന് ചോദിച്ചപ്പോ അവരിങ്ങനെയാണ് പറഞ്ഞത്. അങ്ങനെ അവസാനം കുറെ കൊട്ടും അടികളും ബഹളവും ഒക്കെ കഴിഞ്ഞ് വണ്ടി നമ്മുടെ കയ്യിൽ കിട്ടി. പിന്നെ നമുക്കിത് മതിയല്ലോ. പിന്നെ പെട്ടെന്ന് തന്നെ ഞാൻ എന്റെ വണ്ടി എടുത്ത് നേരെ ഇങ്ങോട്ട് വീട്ടിലോട്ട് പോയി. പിന്നെ അഫ്കോഴ്സ് അറിയാമല്ലോ, ഈ റെയിൽവേ ഗേറ്റിന്റെ അവിടെ ഒരു 10-15 മിനിറ്റ് അത് ഡെയിലി ഒന്ന് കിടന്നില്ലെങ്കിൽ ഉറക്കം വരില്ല. അവസ്ഥയാണ് ഗൈസ്, അവസ്ഥ. നേരെ വീട്ടിൽ വന്ന് നല്ലൊരു അടിപൊളിയായിട്ട് കുറേ നേരം കിടന്നിങ്ങോട്ട് ഉറങ്ങി. ഏതാണ്ട് ഒരു 7 മണിയൊക്കെ ആയപ്പോൾ ഞാൻ എഴുന്നേറ്റു. അപ്പോഴാണ് എനിക്ക് ഭയങ്കര വിശപ്പ്. നേരെ അടുക്കളയിൽ ചെന്നപ്പോഴാണെങ്കിൽ അമ്മയുടെ നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള നല്ല കാന്താരി ഇട്ട ഒരു മീൻ പെരട്ടുണ്ടായിരുന്നു. അതെടുത്ത് വെച്ച് ചോറ് കഴിച്ചാലുണ്ടല്ലോ, എരിവാണ് ഗൈസ്, എരിവ്. നമ്മൾ എരിഞ്ഞു ചാവും. ബട്ട് എന്നാലും നമ്മൾ കഴിച്ചു. അത്ര ടേസ്റ്റാണ് ഗൈസ്. പിന്നെ അറിയല്ലോ, ആസ് യൂഷ്വൽ നെറ്റ്ഫ്ലിക്സും പിന്നെ ഞാനും. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.